നമസ്കാരം. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുമായി കോട്ടയം രമേശും രാഹുൽ മാധവും. പാളയം PC ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. ചിത്രം ജനുവരി 5-ന് റിലീസിനെത്തും. ചിരകരോട്ട് മൂവീസിന്റെ ബാനറിൽ ഡോക്ടർ സൂരജ് ജോൺ വർക്കി നിർമ്മിച്ച് കോട്ടയം രമേശ്, രാഹുൽ മാധവ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി VM അനിൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം പാളയം PCയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. ഫാമിലി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഗണത്തിലുള്ള ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് സത്യചന്ദ്രൻ പോയിൽക്കാവ്, വിജിലേഷ് കുറുവാലൂർ എന്നിവർ ചേർന്നാണ്. നിർമ്മാതാവ് ഡോക്ടർ സൂരജ് ജോൺ വർക്കിയാണ് തിരക്കഥയിലെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ. ത്രില്ലർ ചിത്രം എന്നതിലുപരി സംഗീതത്തിനും ഹാസ്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രമായിരിക്കും പാളയം PC. ചിത്രത്തിൽ കോട്ടയം രമേശ്, ജാഫർ ഇടുക്കി, സന്തോഷ് കീഴാറ്റൂർ, ധർമ്മജൻ ബോൾഗാട്ടി, ഹരീഷ് കണാരൻ, ബിനു അടിമാലി, ഉല്ലാസ് പന്തളം, ഡോക്ടർ സൂരജ് ജോൺ വർക്കി, ആന്റണി ഏലൂർ, സ്വരൂപ് വർക്കി, നിയ ശങ്കരത്തിങ്കിൽ, മാല പാർവതി, മഞ്ജു പത്രോസ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. നിലമ്പൂർ, കോഴിക്കോട്, മൈസൂർ, വയനാട് എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം ജനുവരി 5-ന് തിയേറ്റർ റിലീസിന് തയ്യാറെടുത്തു. വൈ സിനിമാസാണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത്. പ്രദീപ് നായർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ രഞ്ജിത്ത് രതീഷാണ്. ജ്യോതിഷ് ടി കാശി, അഖില സായൂജ്, ശ്രീനി ചെറോട്ട്, ഡോക്ടർ സൂരജ് ജോൺ വർക്കി എന്നിവരുടെ വരികൾക്ക് സാദിഖ് പന്തല്ലൂർ സംഗീതം പകരുന്നു. ഷഹബാസ് അമൻ, സിത്താര കൃഷ്ണകുമാർ, നജിം അർഷാദ്, ശ്രുതി ശിവദാസ് എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ. പ്രൊഡക്ഷൻ കൺട്രോളർ ആന്റണി ഏലൂർ, ആർട്ട് സുബൈർ സിന്ദഗി, മേക്കപ്പ് മുഹമ്മദ് അനീസ്, വസ്ത്രാലങ്കാരം കുക്കു ജീവൻ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജയപ്രകാശ് തവനൂർ, ചീഫ് അസോസിയേറ്റ് ക്യാമറ കനകരാജ്, കൊറിയോഗ്രാഫി സുജിത്ത്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സുജിത് ഐനിക്കൽ, അസോസിയേറ്റ് ഡയറക്ടർ സാജൻ കല്ലായി, അക്ഷയ് ദേവ്, ആക്ഷൻ ബ്രൂസ് ലീ രാജേഷ്, ഫിനാൻസ് കൺട്രോൾ ജ്യോതിഷ് രാമനാട്ടുകര, സ്പോർട്ട് എഡിറ്റർ ആൻഡോ ജോസ്, സൗണ്ട് ഡിസൈൻ രാജേഷ്, VFX സിജി കട, സ്റ്റിൽസ് രതീഷ് കർമ്മ, PRO P ശിവപ്രസാദ്, മാർക്കറ്റിംഗ് സിനിമ കഫേ, പബ്ലിസിറ്റി ഡിസൈൻസ് സാന്റോ വർഗീസ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. കഥ ഇന്നുവരെ എന്ന ചിത്രം പൂർത്തിയായി. ബിജു മേനോൻ, മേതിൽ ദേവിക എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മേപ്പടിയൻ എന്ന ചിത്രത്തിന് ശേഷം ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ വിഷ്ണു മോഹൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ കഥ ഇന്നുവരെ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. അനു മോഹൻ, നിഖില വിമൽ, ഹക്കീം ഷാജഹാൻ, അനുശ്രീ, സിദ്ദിഖ്, രഞ്ജിം പണിക്കർ, കോട്ടയം രമേശ്, അപ്പുണ്ണി ശശി, കൃഷ്ണപ്രസാദ് തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ. ആലപ്പുഴ, കുമളി, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച ചിത്രത്തിൽ ബിജു മേനോന്റെ നായികയായി പ്രശസ്ത നർത്തകി മേതിൽ ദേവിക എത്തുന്നു. ചെറുപ്പം മുതൽ സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ തേടിയെത്തിയെങ്കിലും ആദ്യമായി മേതിൽ ദേവിക ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് വിഷ്ണു മോഹൻ ചിത്രത്തിലൂടെയാണ്. ജോമോൻ ടി ജോൺ, ഷമീർ മുഹമ്മദ് എന്നിവർ ചേർന്നുള്ള പ്ലാൻ J സ്റ്റുഡിയോസ് വിഷ്ണു മോഹൻ സ്റ്റോറീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഹാരിസ് ദേശം, അനീഷ് PB എന്നിവരുടെ ഇമാജിൻ സിനിമാസും നിർമ്മാണ പങ്കാളികളാണ്. ഛായാഗ്രഹണം ജോമോൻ ടി ജോൺ, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, സംഗീതം അശ്വിൻ ആര്യൻ, പ്രൊഡക്ഷൻ ഡിസൈനർ സുഭാഷ് കരുൺ, കോസ്റ്റ്യൂം ഇർഷാദ് ചെറുകുന്ന്, പ്രൊഡക്ഷൻ കൺട്രോളർ റിന്നി ദിവാകർ, മേക്കപ്പ് സുധി സുരേന്ദ്രൻ, പ്രൊജക്ട് ഡിസൈനർ വിപിൻ കുമാർ, സൗണ്ട് ഡിസൈൻ ടോണി ബാബു, സ്റ്റിൽസ് അമൽ ജെയിംസ്, ഡിസൈൻസ് ആനന്ദ് രാജേന്ദ്രൻ, പ്രൊമോഷൻസ് 10G മീഡിയ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉടൻ റിലീസ് ചെയ്യുന്നു. PRO AS ദിനേശ്. മലയാള സിനിമയുടെ വാർത്തകൾ മുമ്പ് പത്രമാധ്യമങ്ങളിലും സിനിമ മാഗസിനുകളിലും നൽകുന്നതിൽ വളരെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന വാഴൂർ ജോസ്. നിരവധി സിനിമയുടെ PR ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. മലയാള സിനിമ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ പേര് സുപരിചിതമായിരിക്കും. ഇന്നും മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ ഒരാൾ. സിനിമയിൽ എന്തിനാണ് PRO? സിനിമയിലെ PROയ്ക്ക് എന്താണ് ജോലി? PROയുടെ ജോലി എന്താണെന്ന് നോക്കാം. ഒരു സിനിമയുടെ സ്വന്തം മാധ്യമ പ്രവർത്തകനാണ് ആ സിനിമയുടെ PRO. ആനുകാലിക സിനിമാ വാരികകൾക്കും മാസികകൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കും എല്ലാം തന്നെ സിനിമയെ സംബന്ധിച്ച ശരിയായ വാർത്തകൾ ശേഖരിച്ച് എഴുതി നൽകുന്ന ജോലിയാണ് PROയ്ക്ക്. നമ്മൾ വായിച്ച് ആസ്വദിച്ച ആനന്ദിച്ച പല എഴുത്തുകളുടെയും യഥാർത്ഥ തെളിവുകാരൻ. അതെ, അതാണ് സിനിമയിലെ PRO. സിനിമയുടെ വാർത്തകൾ പുറം ലോകത്ത് എത്തിക്കുന്ന ആളാണ് സിനിമയുടെ മാധ്യമ പ്രവർത്തകർ. സിനിമയുടെ നെടും തൂണുകളിൽ ഒരാളാണ് വാഴൂർ ജോസ്. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും സുപരിചിതൻ. മുഖം അറിയാത്ത ഒരുപാട് പേരുണ്ട് സിനിമയിൽ. അത് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യവുമാണ്. അതിനാലാണ് ഇന്ന് മാധ്യമ സംസ്കാരത്തിനും മാറ്റം വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയും യൂട്യൂബും എല്ലാം അടക്കി ഭരിക്കുന്നതാണ് ഇന്നത്തെ സിനിമാ ലോകം. ഇന്ന് പുതിയ സംസ്കാരത്തോടൊപ്പം പോവുകയാണ് വാഴൂർ ജോസ്. മലയാള സിനിമയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒഴിച്ചുകൂടാനാകാത്ത പ്രവർത്തകനാണ് വാഴൂർ ജോസ്.
വെള്ളിമേഘം സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ ചിത്രീകരണം തുടരുന്നു. സിനിമയ്ക്കുള്ളിലെ ആരും പറയാത്ത വ്യത്യസ്തമായൊരു കഥ അവതരിപ്പിക്കുകയാണ് വെള്ളിമേഘം എന്ന തമിഴ് ചിത്രം. ജെറ്റ് മീഡിയ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി സുനിൽ അരവിന്ദ് നിർമ്മിക്കുന്ന 4ാമത്തെ ചിത്രമാണ് വെള്ളിമേഘം. പ്രശസ്ത സംവിധായകൻ സൈനു ചാവക്കാടൻ സംവിധാനം ചെയ്യുന്ന 6ാമത്തെ ചിത്രം കൂടിയാണിത്. ചെന്നൈ, കൊച്ചി, വാഗമൺ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ തമിഴിൽ ശ്രദ്ധേയനായി മാറിയ RK എന്നറിയപ്പെടുന്ന രാജ്കുമാർ എന്ന സംവിധായകന് 8 വർഷമായി ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി തങ്ങളുടെ കഥയുമായി തമിഴിലെ യുവ തിരക്കഥാകൃത്തുക്കളായ സന്തോഷ്, രഘു എന്നിവർ RKയുടെ പുറകെ അലയുകയാണ്. പല കഥകളും RK നിഷേധിച്ചെങ്കിലും ഒടുവിൽ പുതിയതായി എഴുതിയ കഥയോട് RKയ്ക്ക് താല്പര്യമായി. സംവിധായകന്റെ നിർദ്ദേശപ്രകാരം തിരക്കഥ എഴുതി തുടങ്ങി. അതിനിടെയുണ്ടായ ചില സംഭവ വികാസങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. സിനിമയ്ക്കുള്ളിലെ സിനിമാ കഥ അവതരിപ്പിക്കുന്ന വെള്ളിമേഘം വ്യത്യസ്തമായൊരു സൈക്കോ ത്രില്ലർ ചിത്രമാണ്. തമിഴിൽ പുതിയൊരു അനുഭവമായിരിക്കും ഈ ചിത്രമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. തമിഴിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിലെ നായകന്മാരിൽ ഒരാളായിരുന്ന വി ചിത്തിരനാണ് ചിത്രത്തിലെ വില്ലൻ വേഷത്തിൽ എത്തുന്നത്. സുനിൽ അരവിന്ദ് നടൻ RK എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. സഹനിർമ്മാണം സലോമി ജോണി പുലിത്തൂക്കിൽ, PG രാമചന്ദ്രൻ, കഥ യദു കൃഷ്ണൻ, തിരക്കഥാ സംഭാഷണം കോവൈ ബാലു, ക്യാമറ ടോൺസ് അലക്സ്, എഡിറ്റർ ഹരി G നായർ, ഗാനങ്ങൾ അജു സാജൻ, സംഗീതം സായി ബാലൻ, ആർട്ട് ഷെരീഫ് CK, DN, VFX റിജു P ചെറിയാൻ, ഫിനാൻസ് കൺട്രോളർ നസീം ഖാസിം, മേക്കപ്പ് ശാരദ പാലത്ത്, കോസ്റ്റ്യൂം വിനീത രമേശ്, പ്രൊഡക്ഷൻ കൺട്രോളർ ഷജിത്ത് തിക്കൊടി, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് റിയാസ് മലപ്പുറം, കോ ഡയറക്ടർ പ്രവീൺ നായർ, മാനേജർ ആദിൻ രാജ് അമ്പലത്തിൽ, പബ്ലിസിറ്റി ഡിസൈൻ ആഗസ്റ്റി സ്റ്റുഡിയോ, സ്റ്റിൽ പ്രശാന്ത് ഐഡിയ, PRO ഐമനം സാജൻ, വിജയ് ഗൗരീഷ്, രൂപേഷ് ബാബു, സുനിൽ അരവിന്ദ്, തലൈവാസൽ വിജയ്, സുബ്രഹ്മണ്യപുരം വി ചിത്തിരൻ, ആതിര മുരളി, ചാർമിള, ഗുണ്ടാമണി, നക്ഷത്രരാജ് എന്നിവർ അഭിനയിക്കുന്നു.